Hello everyone, once again welcome to A for Education and our psychology classes. നമ്മുടെ ഫസ്റ്റിലത്തെ ക്ലാസ്സിൽ, അതായത് ഇതിന് തൊട്ട് മുന്നുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സോഷ്യൽ സൈക്കോളജിയിലെ മേജർ എക്സ്പെരിമെൻസിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ എൻഡിൽ പറഞ്ഞിരുന്നു നമ്മൾ 3 പ്രധാനപ്പെട്ട സോഷ്യൽ സൈക്കോളജി എക്സ്പെരിമെൻസിനെ കുറിച്ച് പറയുന്നുള്ളത്. അതിൽ നമ്മൾ കുറച്ചൊന്ന് ബാക്കോട്ട് പോവുകയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ലൈനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ അടുത്ത എക്സ്പെരിമെൻറ്റ് ആഷസ് കൺഫർമിറ്റി എക്സ്പെരിമെൻ്റ് ആണ്. ഇത് ഞാൻ ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം നമുക്കറിയാം, അതായത് വളരെ ഫേമസ് ആണ്, അതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ അറിയാം. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആഷിൻ്റെ കൺഫർമിറ്റി എക്സ്പെരിമെൻറ്റ്, അതിൽ തന്നെ നമുക്ക് മനസ്സിലായി സോളമൻ ആഷാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത് 1951 ഈ ഒരു എക്സ്പെരിമെൻറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. ഓക്കെ, എന്തായിരുന്നു സോളമൻ ആഷ് ചെയ്തത്? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളിലെ കുറച്ച് പേര് സോളമൻ ആഷിൻ്റെ വോളണ്ടിയേഴ്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ കുറച്ച് പേരല്ല, മെജോറിറ്റി ഓഫ് ആളുകളും സോളമൻ ആഷിൻ്റെ വോളണ്ടിയേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയൊക്കെ കൺഫേമിറ്റി കാണിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കൺഫേമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെൻഡൻസിയാണ് ഏതെങ്കിലും റീസൺ കൊണ്ട് സോഷ്യൽ നോംസിനോട് കൺഫേമിറ്റി കാണിക്കാൻ, അല്ലെങ്കിൽ അതിനുമായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അതുമായിട്ട് ഓക്കെ ആയിട്ട് പോകുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സിൽ ഇൻവോൾവ് ആവാനുള്ള നമ്മുടെ ടെൻഡൻസിയാണ് കൺഫേമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഏതൊക്കെ രീതിയിൽ കൺഫേമിറ്റി കാണിക്കുമെന്നും കൺഫേമിറ്റിയുടെ ഒരു പോസിബിലിറ്റീസിനെ കുറിച്ച് പഠിക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു സോളമൻ ആഷ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് 1951 നടത്തിയിരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെയാണ്. 2 ലൈനുകൾ കൊടുത്തു, 2 ലൈനല്ല, ലൈനുകളെല്ലാം 2 ഇമേജുകൾ കൊടുത്തു. അപ്പോൾ ഇതുമായിട്ട് പാരലലായിട്ട് പോകുന്ന, ഇതുമായിട്ട് അതേ സൈസിലുള്ള ഒരു ലൈന് രണ്ടാമത്തെ ഇമേജിൽ ഏതാണെന്നുള്ളത് ചോദിച്ചു. എന്നിട്ട് ആളുകളോട് പറയാൻ പറഞ്ഞു ഇതിലേതാണ് പ്രോപ്പർ ലൈൻ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഓപ്ഷൻ സി ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ. കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്കെ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് സൈസിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ മെജോറിറ്റി ഓഫ് ആളുകളും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വോളണ്ടിയേഴ്സ് ആദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്ത സമയത്ത്, പബ്ലിക്കായിട്ട് ആൻസർ ചെയ്ത സമയത്ത് അത് മെജോറിറ്റിയുടെ ആൻസർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അറിയാമായിരുന്നിട്ട് പോലും, അതായത് ഒറിജിനൽ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിന് ഇതല്ല, ബി അല്ല ആൻസർ എന്ന് അറിയാമായിരുന്നിട്ട് പോലും അവരെന്ത് ചെയ്തു, ബി ആണ് ആൻസർ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ, മെജോറിറ്റി ഓഫ് ആൾക്കാരും പറയുന്നത് എന്താണോ അതാണ് ശരി എന്നുള്ളത് അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവരോട് മെജോറിറ്റിയോട് കൂടി ചേർന്നുകൊണ്ട് റെസ്പോണ്ട് ചെയ്തു. ഈവൻ ദോ ദേ നോ ദാറ്റ് ദേ ആർ ബീങ് റോങ്, അല്ലെങ്കിൽ അവർ റോങ് ആയിരുന്നു എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നിട്ട് പോലും അവർ എന്ത് ചെയ്തു, റോങ് ആയിട്ടുള്ള ആൻസർ കൊടുത്തു. ബിക്കോസ് ദ മെജോറിറ്റി ഗേവ് ദ പെർട്ടിക്കുലർ ആൻസർ. ഓക്കെ, അപ്പോൾ അതായിരുന്നു അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the experiments revealed the degree to which a person's own opinions are influenced by those of a group. ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പീനിയൻ, ഒരു ഗ്രൂപ്പിലെ ആളുകളുടെ ഒപ്പീനിയൻ എത്രത്തോളം നമ്മളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് ഈ സ്റ്റഡി റിവീൽ ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇവിടെ ആ ലൈന് തെറ്റാണ്, നമ്മൾ കാണിക്കുന്ന തെറ്റായിട്ടുള്ള ലൈനാണെന്ന് അറിഞ്ഞുകൊണ്ട് പോലും, നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ അത് തെറ്റാണെന്ന് പോലും ഉണ്ടായിട്ട് പോലും നമ്മൾ എന്താണ്, മറ്റുള്ള ആളുകൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ലൈന് തന്നെ കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ആ ലൈനാണ് വലുത്, ആ ലൈനാണ് മറ്റതുമായിട്ട് പാരലായിട്ട് അതേ സൈസിലുള്ളത് എന്നുള്ളത് പറയുകയാണ് ചെയ്തത്. സോ നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയനെ ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പീനിയൻ എങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഏതൊരു എക്സ്റ്റെൻഡിൽ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ്പെരിമെൻ്റ് കൊണ്ട് പറ്റി എന്നുള്ളതാണ്. ആഷ് ഫൗണ്ട് ദാറ്റ് പീപ്പിൾ ആർ വില്ലിംഗ് ടു ഇഗ്നോർ റിയാലിറ്റി ആൻഡ് ഗിവ് എൻ ഇൻകറക്റ്റ് ആൻസർ ഇൻ ഓർഡർ ടു കൺഫേം ടു ദ റെസ്റ്റ് ഓഫ് ദി ഗ്രൂപ്പ്. റെസ്റ്റ് ഓഫ് ദി ഗ്രൂപ്പിലുള്ള മറ്റുള്ള ആളുകളുമായിട്ട് കൺഫേമിറ്റി കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് കൺഫേം ആവാൻ വേണ്ടിയിട്ട് എന്താണ്, ആളുകൾ അവരുടെ സ്വന്തം വിശ്വാസങ്ങളെ, റിയാലിറ്റിയെ ഇഗ്നോർ ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ തയ്യാറായി എന്നുള്ളത് കൂടെയാണ് ആഷ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സ്റ്റഡിയിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സോ സിംപ്ലി എന്താണ് ഈ സ്റ്റഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫേമിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡിയാണ്. നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസിനെ വരെ മാറ്റാനുള്ള ഒരു ടെൻഡൻസി കൺഫേമിറ്റി കാണിക്കുമ്പോൾ ഉണ്ടാവും. ബിക്കോസ് വി വാണ്ട് ടു ഗെറ്റ് അലോങ് വിത്ത് എ ഗ്രൂപ്പുമായിട്ട് ഓക്കെ ആയിട്ട് പോകണം. സോഷ്യൽ റിജക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകൾ നമ്മളെ ഇഗ്നോർ ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടൊക്കെ നമ്മൾ കൺഫേമിറ്റി കാണിക്കുമെന്നുള്ളത് കൂടെ ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക്
അടുത്ത ഒരു എക്സ്പെരിമെന്റ് നോക്കാം. റോബേഴ്സ് കേവ് എക്സ്പെരിമെന്റ്. റോബേഴ്സ് കേവ് എക്സ്പെരിമെന്റ്, കേവ് എന്ന് പറഞ്ഞാൽ ഗുഹയാണല്ലേ. അപ്പൊ റോബേഴ്സ് കേവ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് മുസഫർ ഷെരീഫും അതുപോലെ തന്നെ കാരലിൻ വുഡ് ഷെരീഫും 1954 നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ആണ്. സ്റ്റഡി എന്ന് പറയാൻ പറ്റില്ല, കൈൻഡ് ഓഫ് എൻ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു അവർ ഈ ഒരു എക്സ്പെരിമെന്റ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പഠിക്കാനായിരുന്നു. അതായത് എങ്ങനെ ഗ്രൂപ്പുകൾക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു. അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ തമ്മിൽ എങ്ങനെയൊക്കെയാണ് കോൺഫ്ലിക്റ്റുകൾ, പ്രോബ്ലംസ് ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ആ ഒരു കാലത്ത് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ട്രൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് റോബേർട്സ് കേവ് എക്സ്പെരിമെന്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ എയിം ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെ ഗ്രൂപ്പിൽ കോൺഫ്ലിക്റ്റുകൾ അറൈസ് ചെയ്യുന്നു, ഉണ്ടാവുന്നു, ഡെവലപ്പ് ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 കുട്ടികളെ ഒരു സമ്മർ ക്യാമ്പിൽ കൊണ്ടുവന്നു. അവരെ എന്നിട്ട് 11 കുട്ടികളുടെ 2 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചു. എന്നിട്ട് അവർക്കിടയിൽ ലിമിറ്റഡ് റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട്, ലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ റിവാർഡ്സ് ആവാം, ടോഫീസ് ആവാം, കപ്സ് ആവാം, അങ്ങനെ എന്തെങ്കിലും. സോ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട് അവർ തമ്മിൽ എന്ത് ചെയ്തു, കോമ്പറ്റീഷൻ ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ 11 കുട്ടികളുടെ ടീമുകളുമായിട്ട് അവർ പരസ്പരം എന്ത് ചെയ്തു, കോമ്പീറ്റ് ചെയ്തു ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർക്കിടയിൽ ഒരു രീതിയിലുള്ള കോമ്പറ്റീഷൻ, അൺഹെൽത്തി കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യുകയും അത് കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യുകയും പരസ്പരം അവർ ഹോസ്റ്റിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ പോവുകയും ചെയ്തു. അതായത് 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ശത്രുക്കളായിട്ട് കാണുകയും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയും, ഇവരെ ഓരോ ടീമിനും ഓരോ പേരും ഫ്ലാഗൊക്കെ ഉണ്ടായിരുന്നു. പരസ്പരം അവരുടെ ഫ്ലാഗുകളൊക്കെ കീറിക്കളയുന്ന രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻറ്റൻസ് ഹോസ്റ്റിലിറ്റി കാണിക്കുന്ന ബിഹേവിയേഴ്സിൽ ഈ കുട്ടികളെ ഇൻവോൾവ് ആവുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയറിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റഡിയിൽ ലിമിറ്റഡ് റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട് അവർ കോമ്പറ്റീഷൻ നടത്തിയ സമയത്ത് അവർക്കിടയിൽ ഹോസ്റ്റിലിറ്റി ഡെവലപ്പായി. അതുപോലെ തന്നെ അവർ ബാഡ് ആയിട്ടുള്ള ബിഹേവിയറിൽ എന്ത് ചെയ്തു, ഇൻവോൾവ് ആയി എന്നുള്ളതാണ്. അതേസമയം ഈ 2 ഗ്രൂപ്പുകളും കൂടെ ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രം നേടാവുന്ന സൂപ്പർ ഓർഡിനേറ്റ് ഗോളുകൾ. ഓക്കെ, സൂപ്പർ ഓർഡിനേറ്റ് ഗോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പുകളുണ്ട്, അവർ 2 പേരും കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലുള്ള ഗോളുകൾ വെച്ചിട്ട് ഇവർക്ക് ടാസ്കുകൾ കൊടുത്ത സമയത്ത് ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എന്താണ് ഓക്കെ ആയിട്ട് ഒരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്തു. ആ ഒരു ഗോളിന് വേണ്ടിയിട്ടുള്ളതും കൂടെ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് മുസഫർ ഷെരീഫ് ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് ഫൈൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പ്രോപ്പർ ഫൈൻഡിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ 22 ബോയ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു. സോ ദ എക്സ്പെരിമെന്റ് കൺക്ലൂഡഡ് ദാറ്റ് prejudice between groups എന്താണ്, ഡെവലപ്പ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് prejudice ഡെവലപ്പ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ can increase when groups are in conflict or competing for resources. ഒരു ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിലാവുന്ന സമയത്തും ആ ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പുമായിട്ട് റിസോഴ്സുകൾക്ക് വേണ്ടി കോമ്പറ്റീഷനിലാവുന്ന സമയത്തും എന്താണ്, ഇവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ആവും. ഓക്കെ, പ്രെജുഡൈസ് ഇൻക്രീസ് ആവും എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ദിസ് എക്സ്പെരിമെന്റ് ഓൾസോ ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് prejudice can be reduced when opposing groups work together towards common goals. അതായത് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പരസ്പരമുള്ള ഈ ഒരു പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഹോസ്റ്റിലിറ്റി, കോൺഫ്ലിക്റ്റിംഗ് ബിഹേവിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, ബാഡ് ആയിട്ടുള്ള അഗ്രസീവ് ബിഹേവിയേഴ്സിനൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പുകൾക്കിടയിൽ സൂപ്പർ ഓർഡിനേറ്റ് ആയിട്ടുള്ള, ഷെയർഡ് ആയിട്ടുള്ള, കോമൺ ആയിട്ടുള്ള ഗോളുകൾ കൊണ്ടുവരുന്നതിലൂടെ എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റിന്റെ ഫൈനൽ കൺക്ലൂഷൻ എന്നുള്ളത്. ഒന്നുകൂടെ പറയാം ഇതിന്റെ കൺക്ലൂഷൻ. സോ ആളുകൾക്കിടയിൽ പ്രെജുഡൈസും അഗ്രഷനും ഹോസ്റ്റിലിറ്റിയും ഒക്കെ ഡെവലപ്പ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്കിടയിലുള്ള എന്താണ്, കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റുകളുമാണ്. സോ കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രെജുഡൈസിനെയും അഗ്രഷനൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. എങ്ങനെ, ഈ ഗ്രൂപ്പുകൾക്കിടയിൽ ഷെയർഡ് ആയിട്ടുള്ള ഗോളുകൾ, കോമൺ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുന്നതിലൂടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ, ഇന്നത്തെ ക്ലാസ്സിൽ 2 എക്സ്പെരിമെന്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു എക്സ്പെരിമെന്റ് കൂടെ ഉണ്ട്.
So the next experiment is the Bobo doll experiments. Bobo doll experiment social psychology മാത്രം ഒരു എക്സ്പെരിമെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അല്ല. ഓക്കെ, സോഷ്യൽ ലേണിംഗ് ആയതുകൊണ്ട് നമുക്ക് സോഷ്യൽ സൈക്കോളജി ആയിട്ട് ഇതിനെ അസോസിയേറ്റ് ചെയ്യാം. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഓവറോൾ ലേണിംഗ് റിലേറ്റഡ് എക്സ്പെരിമെൻറ്റ്സ്. നമ്മൾ എങ്ങനെ ബിഹേവിയേഴ്സ് ലേൺ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ, സോഷ്യൽ ബിഹേവിയേഴ്സിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ള മനസ്സിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റിൽ എന്താണ് സംഭവിച്ചത്? ഇത് നടത്തിയത് ആൽബർട്ട് ബന്ദൂരയാണ്. 1977 അദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ റീസെൻ്റ് ആയിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, എന്തായാലും വൺ ഓഫ് ദി ലെജൻഡറി സൈക്കോളജിസ്റ്റ് ഓഫ് അവർ ടൈം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ജീവിച്ചിരുന്ന ഒരു ലെജൻഡറി സൈക്കോളജിസ്റ്റ് ആണ് ആൽബർട്ട് ബന്ദൂര എന്നുള്ളത്. 1977 അദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് നടത്തിയെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ബിക്കോസ് ഇയേഴ്സ് ഹാവ് ദാറ്റ് പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ഇൻ അവർ നെറ്റ് എക്സാം. ഇയേഴ്സ് ശ്രദ്ധിക്കുക, കാരണം തൊട്ട് മുമ്പത്തെ എക്സാമിന് ഫ്രോയിഡിൻ്റെ ബർത്ത്ഡേ വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എന്തായാലും ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? കുട്ടികൾ എങ്ങനെയൊക്കെ ബിഹേവിയേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു മോഡലിങ്ങിലൂടെ. അഥവാ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫാഷൻ ഡിസൈനിങ് അല്ല, ആ റിലേറ്റഡ് മോഡലിംഗ് അല്ല. നമ്മൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ ഒബ്സേർവ് ചെയ്യുന്നത് അയാളാണ് നമ്മളുടെ മോഡൽ എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വ്യക്തിയെ മോഡൽ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഡെവലപ്പ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആൽബർട്ട് ബന്ദൂര ഈ ഒരു ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നു നോക്കാം. ഇതിൻ്റെ പ്രൊസീജിയറിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ 2 ടീമാക്കി മാറ്റി. ആ 2 ടീമാക്കിയിട്ടുള്ള കുട്ടികളെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കാറ്റഗറി ഓഫ് കുട്ടികൾക്ക് ഒരു വിഷ്വൽ കാണിച്ചു കൊടുത്തു. ആ വിഷ്വലിൽ ഒരു ഡോളിനെ, ബോബോ ഡോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളാണ്. സോ നിങ്ങൾക്ക് ഇമേജിൽ മേ ബി കാണാൻ പറ്റുമായിരിക്കും. ഈ ബോബോ ഡോൾ എന്നുള്ളത് ആ കുട്ടികൾ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഡോളാണ് ബോബോ ഡോൾ എന്നുള്ളത്. ആ ബോബോ ഡോളിനെ ആളുകൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന, പാമ്പർ ചെയ്യുന്ന ഒരു വിഷ്വൽ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തത് ആ ബോബോ ഡോളിനോട് ആളുകൾ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന, അതിനെ തല്ലുകയും പിന്നെ അതുപോലെ തന്നെ മാന്തുകയൊക്കെ ചെയ്യുന്ന വിഷ്വൽസ് ആണ് കാണിച്ചു കൊടുത്തത്. ഓക്കെ, അങ്ങനെ ഈ 2 കാറ്റഗറി ഓഫ് കുട്ടികൾക്കും ഈ ഒരു പെർട്ടിക്കുലർ വിഷ്വൽസ് കാണിച്ചു കൊടുത്തതിന് ശേഷം, ഒരു ഗ്യാപ്പിന് ശേഷം എന്ത് ചെയ്തു, ആദ്യത്തെ കാറ്റഗറി ഓഫ് കുട്ടികൾക്ക് ഒരു ബോബോ ഡോളിനെ അവരെ മുന്നിൽ വെച്ച് കൊടുത്ത സമയത്ത് അവരതിനെ പാമ്പർ ചെയ്യുകയും അതിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നതായിട്ടും ആര് മനസ്സിലാക്കി? ആൽബർട്ട് ബന്ദൂര മനസ്സിലാക്കി. അതേസമയം രണ്ടാമത്തെ കാറ്റഗറി ഓഫ് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തത് അഗ്രസീവ് ബിഹേവിയർ ആയിരുന്നു ടുവേർഡ്സ് ദ ബോബോ ഡോൾ. അപ്പോൾ അവർ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോബോ ഡോളിനെ ആക്രമിക്കുകയും അതിനോട് അഗ്രസീവ് ബിഹേവിയർ കാണിക്കുകയും ഹോസ്റ്റിലിറ്റി കാണിക്കുകയും അല്ലെങ്കിൽ അതിനെ തല്ലുകയും പിന്നെ അതിനെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണ് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് കുട്ടികൾ എന്ത് ചെയ്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് the procedure was and the outcome was. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോബോ ഡോൾ എക്സ്പെരിമെന്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊരു കാര്യം, ചിൽഡ്രൻ ആർ ഏബിൾ ടു ലേൺ സോഷ്യൽ ബിഹേവിയർ സച്ച് ആസ് അഗ്രഷൻ ത്രൂ ദ പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് എന്നുള്ളതാണ്. ഒബ്സർവേഷൻ ലേണിംഗിലൂടെ അഗ്രഷൻ പോലെയുള്ള ബിഹേവിയേഴ്സ് കുട്ടികൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ബോബോ ഡോൾ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. സോ അപ്പം നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ ഇൻസൈറ്റ് എന്നുള്ള രീതിയിൽ പറയാം, ഈ എക്സ്പെരിമെന്റ് കാണിച്ചു തരുന്നത് നമ്മളുടെ കുട്ടികൾ എന്തൊക്കെ വിഷ്വൽസ് ആണ് അവരുടെ മൊബൈൽ ഡിവൈസിൽ, നമ്മൾ കൊടുക്കുന്ന ഡിവൈസിൽ കാണുന്നത്, അവർ ഏതൊക്കെ രീതിയിലുള്ള മീഡിയ കണ്ടന്റിനോട് എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ളത് അവരുടെ ബിഹേവിയർ ഡെവലപ്മെന്റിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബോബോ ഡോൾ എക്സ്പെരിമെന്റിനെ എടുക്കാം. ആൻഡ് ത്രൂ വാച്ചിങ് ദ ബിഹേവിയർ ഓഫ് അനദർ പേഴ്സൺ, അതായത് ഒബ്സർവേഷൻ ലേണിംഗിലൂടെ മറ്റൊരാളുടെ ബിഹേവിയർ കാണുന്നതിലൂടെ, ഒബ്സർവ് ചെയ്യുന്നതിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, കുട്ടികളെ അഗ്രഷനും മറ്റു ബിഹേവിയേഴ്സും ഒക്കെ എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇറ്റ് സപ്പോർട്ട്സ് ദ സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് ബന്ദൂര. സോഷ്യൽ ലേണിംഗ് തിയറീസ് സെയിം, അതായത് നമ്മൾ സോഷ്യലി ആണ് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഒബ്സർവേഷൻ ലേണിംഗിലൂടെയാണ് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്, ബിഹേവിയേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്ന തിയറിയാണ്. അപ്പോൾ ആൽബർട്ട് ബന്ദൂരയുടെ ആ ഒരു തിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസ് ആയിരുന്നു ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന് കൂടെ നമുക്ക് പറയാം. എന്തായാലും നമ്മളുടെ മേജർ എക്സ്പെരിമെന്റ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.